പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടുത്തെ കുറച്ച് വിശേഷങ്ങൾ കാണാം. ഹലോ ഗൈസ്, ഇപ്പം നമ്മളുള്ളത് മൈസൂരാണ്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ പോകാൻ പോകുന്നത് മൈസൂർ ചാമുണ്ടേശ്വരി ക്ഷേത്രത്തിലോട്ടാണ് കേട്ടോ. അത് കഴിഞ്ഞാൽ മൈസൂർ സൂവിലും കൂടെ പോകുന്നുണ്ട് ഇന്ന്. ഈ ടെമ്പിളിനെ പറ്റി പറയുകയാണെങ്കിലേ, മൈസൂരുള്ള വൺ ഓഫ് ദ മോസ്റ്റ് ഫേമസ് ടെമ്പിൾ ആണ് ചാമുണ്ടേശ്വരി ടെമ്പിൾ. ദുർഗാദേവിയാണ് മുഖ്യ പ്രതിഷ്ഠ. നമ്മൾ അമ്പലത്തിലേക്ക് പോകുന്ന വഴിയിൽ തന്നെ പൂജാ സാധനങ്ങളും മറ്റു കാര്യങ്ങളും ഒക്കെ കിട്ടും കേട്ടോ. അതുപോലെ തന്നെ മൈസൂർ ആ ടൈം ഉണ്ടായിരുന്ന വെതർ അടിപൊളി വെതറായിരുന്നു. നല്ല തണുപ്പുണ്ടായിരുന്നു, പിന്നെ നല്ല വെയിലും ഉണ്ടായിരുന്നു. എന്നാൽ ഭയങ്കര ചൂടുള്ള വെയിലും അല്ല, അതേപോലെ ഒരു ക്ലൈമറ്റ് ആയിരുന്നു. ഇവിടെ ഭയങ്കര പോസിറ്റിവിറ്റി ഞങ്ങൾക്ക് ഫീൽ ചെയ്തു കേട്ടോ. നല്ല പീസ്ഫുൾ ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ ആയിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ ആ പരിസരത്തൊക്കെ നിന്ന് കുറേ ഫോട്ടോസും എടുത്തു. ഇന്ന് കുറച്ചധികം പ്ലാൻസ് ഉള്ളതുകൊണ്ട് തന്നെ ഞങ്ങൾ അവിടെ നിന്ന് പെട്ടെന്ന് തന്നെ തിരിച്ചു. മൈസൂരിലേക്കുള്ള എൻ്റെ ഫസ്റ്റ് ട്രിപ്പ് ആയിരുന്നു കേട്ടോ ഇത്. എനിക്ക് ഇതുവരെ മൈസൂർ പോകാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ ഈ ഒരു യാത്ര എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. മൈസൂർ എന്ന സ്ഥലവും ഗ്രീനറിയും പിന്നെ ഈ വെതറും ഫുഡും എല്ലാം. ഇത് നമ്മൾ ചാമുണ്ടേശ്വരി ടെമ്പിളിൽ നിന്ന് തിരിച്ചു വരുന്ന വഴിക്ക് കണ്ട ഒരു കാഴ്ചയാണ്. അപ്പം തന്നെ വണ്ടി നിർത്തി ഇറങ്ങി കുറച്ചു നേരം ഈ പ്രകൃതി ഭംഗിയൊക്കെ അങ്ങനെ ആസ്വദിച്ചങ്ങ് നിന്നു കുറച്ചു നേരം. എന്നിട്ടാണ് അവിടെ നിന്ന് തിരിച്ചത്. നല്ലൊരു സീനറി അല്ലേ. ഇന്ത്യയിലെ ക്ലീനസ്റ്റ് സിറ്റി എന്ന വിഭാഗത്തിൽ 3ാം സ്ഥാനമാണ് മൈസൂരിന്. ഇനി നമ്മൾ നേരെ പോകുന്നത് മൈസൂർ സൂവിലേക്കാണ്. അപ്പോൾ ബാക്കി വിശേഷങ്ങൾ അവിടെ കാണാം. ഇന്ത്യയിലെ ഏറ്റവും പഴക്കമേറിയ സൂവിൽ ഒന്നാണ് മൈസൂർ സൂ. 130 വർഷം പഴക്കമുണ്ട് അത്ര. 1892 മൈസൂർ മഹാരാജാവ് പണിത സൂ ആണിത്. ടമ്മുക്കൊച്ചൻ അവിടെ ഒരു കൂട്ടുകാരനെയൊക്കെ കിട്ടി ഭയങ്കര സംസാരമൊക്കെ ആയിരുന്നേ. അപ്പൊ നമ്മൾ ടിക്കറ്റ് ഒക്കെ എടുത്ത് എൻട്രൻസിലേക്ക് കയറുന്ന ആ സ്ഥലത്ത് തന്നെ ജിറാഫിനെ ആയിരുന്നു കണ്ടത്. ഇപ്പൊ ഒരുത്തന്റെ എൻട്രി കാണാം കേട്ടോ, നോക്കിയിരുന്നു. അവിടെ നിന്ന ആൾക്കാർക്കൊക്കെ ഭയങ്കര എക്സൈറ്റ്മെന്റ് ആയിരുന്നു കേട്ടോ ഈ ഗൊറില്ലയെ കണ്ടപ്പോ. എനിക്കും അതെ. കമ്പാരിറ്റീവ്ലി നല്ല സൈസുള്ള ഗൊറില്ലയായിരുന്നു കേട്ടോ ഇത്. നല്ലൊരു ജിമ്മൻ ഗൊറില്ല അല്ലേ. ഞങ്ങൾ ഹൈദരാബാദ് സൂവിൽ പോയപ്പോഴും ഈ മങ്കീസിൻ്റെ ഏരിയ സ്കിപ്പ് ചെയ്യേണ്ടതായിട്ട് വന്നതുകൊണ്ട് ഞാൻ ഗൊറില്ലേനെ ഫസ്റ്റ് ടൈമാണ് കാണുന്നത്. പിന്നെ ഇതിൻ്റെ അകത്ത് തന്നെ ഓരോരോ സ്ഥലത്തേക്ക് പോകാനും നമുക്ക് ഇലക്ട്രിക് വെഹിക്കിൾ ഉണ്ടായിരുന്നേ. അപ്പോൾ അവർ പിക്ക് ചെയ്യുകയും ഡ്രോപ്പ് ചെയ്യുകയൊക്കെ ചെയ്യുമായിരുന്നു. സ്റ്റാഫൊക്കെ നല്ല ഫ്രണ്ട്ലി ആയിരുന്നു. അതുകൊണ്ട് ഒത്തിരി നടന്ന് കഷ്ടപ്പെടേണ്ടി വന്നില്ല, നല്ല കംഫർട്ടബിൾ ആയിരുന്നു. പിന്നെ ദേ ഇവരെയൊക്കെ എത്ര കണ്ടാലും മതിയാവത്തില്ല. കാണാൻ മാത്രമേ പറ്റുള്ളൂ, അടുത്ത് പോകാൻ പറ്റില്ല. എന്നാലും ദേ നോക്കിയേ അവൻ്റെ ആ ഒരു പ്രൗഢി. ഇത് കാർണിവോറസിൻ്റെ സെക്ഷൻ ആയിരുന്നേ. ചീറ്റ, ലയൺ, ടൈഗർ ഇതെല്ലാം ഉണ്ടായിരുന്നു. ഈ കേജിൻ്റെ അകത്ത് വേറൊരു സിംഹം കൂടെ ഉണ്ടായിരുന്നു കേട്ടോ. ഇവൻ്റെ ഇണയായിരിക്കും കക്ഷി, പക്ഷേ ആളെ പുറത്തോട്ട് കണ്ടില്ല, സൗണ്ട് മാത്രം കേൾക്കുന്നുണ്ടായിരുന്നു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ അവനും അകത്തേക്ക് തന്നെ കയറിപ്പോയി. പിന്നെ ഹിപ്പോപ്പൊട്ടാമസ്, ബെയർ, ഡീർ, സീബ്ര ഇതൊക്കെ ഉണ്ടായിരുന്നു. റെപ്റ്റൈൽസിൻ്റെ സെക്ഷൻ. ഇവിടെ ഒത്തിരി ടൈപ്പ് ഓഫ് ക്രോക്കഡൈൽസ് ഉണ്ടായിരുന്നു, പല പല സ്പീഷീസ് ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ആമയുണ്ടായിരുന്നു, ടർട്ടിൽസ്, അതുപോലെ പാമ്പുകൾ, ഇതൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഓരോ സെക്ഷനും വെൽ മെയിൻറ്റെയിൻഡ് ആയിരുന്നു എന്നുള്ളതാണ് മറ്റൊരു ഹൈലൈറ്റ്. കാരണം ഇവർക്ക് ഭയങ്കര ക്വയറ്റ് ആൻഡ് കൂളായിട്ടുള്ള ഏരിയ ആയിരുന്നു. ഇവരെയൊക്കെ ഇട്ടേക്കുന്ന ആ ഒരു സ്പേസ് നോക്കിയാലും ഇവർക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു നാച്ചുറൽ ലുക്ക് തോന്നിക്കുന്ന തരത്തിലുള്ള ഒരു ആംബിയൻസ് ആയിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. പിന്നെ ടമ്മുക്കുട്ടിക്ക് ഭയങ്കര എക്സൈറ്റ്മെൻറ്റും അതേപോലെ തന്നെ പേടിയും ഉണ്ടായിരുന്നു കേട്ടോ. ഇതിനെയൊക്കെ തൊട്ടടുത്ത്, ഇത്രയും അടുത്ത് ആദ്യമായിട്ടാണ് അവൾ കാണുന്നത്. വേറെ സൂവിൽ പോയിട്ടുണ്ടെങ്കിലും നമ്മൾ ദൂരെ നിന്നിട്ടേ മുതലേനെയൊക്കെ കണ്ടിട്ടുള്ളൂ, ഇത്ര അടുത്ത് നിന്നിട്ട് ആദ്യമായിട്ടാണ് കാണുന്നത്. അപ്പം ഞങ്ങൾക്കും അതിൻ്റെ എക്സൈറ്റ്മെൻറ്റ് ഉണ്ടായിരുന്നേ. റെപ്റ്റൈൽസിൻ്റെ
ടോയ്സിൻ്റെ സെക്ഷനിൽ നിന്ന് ഇറങ്ങി നേരെ കാണുന്നത് ബേർഡ്സിൻ്റെ സെക്ഷൻ ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ അങ്ങോട്ടേക്ക് പോയി. ഈ കൊക്ക് ഇത്രയും നീണ്ടിരിക്കുന്നത് പെലിക്കൻസ് ആണ്. കൊക്കിന് നീളമില്ലാത്തത് സ്വാൻ. എനിക്കൊരു ഡൗട്ട് തോന്നി. ഞാൻ അവിടെ വെച്ച് തന്നെ ChatGPTയോട് ചോദിച്ചപ്പോൾ ChatGPT പറഞ്ഞത് ഇത് പെലിക്കനാണെന്നാണ്. എന്ത് തന്നെയായാലും നല്ല ഭംഗിയുണ്ടല്ലേ ഇതിനെ കാണാൻ. അപ്പോൾ ഇതൊക്കെയായിരുന്നു കേട്ടോ സൂവിലെ വിശേഷങ്ങൾ. ഉച്ചയായപ്പോൾ തന്നെ ഞങ്ങൾക്ക് അവിടെ നിന്ന് ഇറങ്ങാൻ പറ്റിയതുകൊണ്ട് നേരെ പാലസിലോട്ടും പോയി. പിന്നെ ഫിഷ് മ്യൂസിയം ഇതൊക്കെ കാണാൻ പറ്റി. അപ്പോൾ ബാക്കി വിശേഷങ്ങൾ അടുത്ത വീഡിയോയിലിടാം. ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ബൈ ബൈ.